അപ്പോൾ ബ്രിഡ്ജിലൂടെ ഓടുകയാണ്. റണ്ണിങ്. മഴ പെയ്യുന്നുണ്ട് അത്യാവശ്യം. കുടയാണെങ്കിൽ ഞാൻ ചുരുക്കി പിടിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഭൂട്ടാൻ കാഴ്ചകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പുനാക്കായിലെ കൊട്ടാരം അല്ലെങ്കിൽ ഡീസോങ്ങിൽ നിന്നും 1/2 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്താം. പോച്ചു റിവറിന് കുറുകെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു തൂക്കുപാലമാണിത്. ഞങ്ങൾ 6 പേര് പുനാക്ക ഡീസോങ് കാണാൻ വേണ്ടി പോയപ്പോൾ ബാക്കിയുള്ള 14 പേര് ഇങ്ങോട്ടാണ് പോകുന്നത്. സസ്പെൻഷൻ ബ്രിഡ്ജിലേക്കാണ് വന്നത്. നല്ല മഴയുണ്ട്. ഞാനൊരു കുടയെടുത്ത് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ സസ്പെൻഷൻ ബ്രിഡ്ജിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ കുടയില്ലാതെ ബാബു എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാവരും അവിടെ നിന്നും തിരിച്ചു വന്നു. പക്ഷേ ബാബു മാത്രം അവിടെ പെട്ടെടുക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പുഴയ്ക്ക് കിട്ടിയ ഒരു അരഞ്ഞാണം പോലെ ആ പാലം കാണാം. സ്റ്റീൽ കേബിൾ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഈ പാലത്തിൻ്റെ നീളം എന്ന് പറയുന്നത് 180 മീറ്ററാണ്, അല്ലെങ്കിൽ 590 ഫീറ്റ്. നല്ല കാറ്റുണ്ട് കേട്ടോ. കുടയുണ്ട് കയ്യിൽ, മഴയുണ്ട്. അല്ലെങ്കിൽ ക്ലോസ് ചെയ്യാണ് ഇവിടെ. ഓക്കെ, പ്രാർത്ഥനാ പതാകകളാൽ വളരെ മനോഹരമായിട്ട് ഈ ബ്രിഡ്ജ് അലങ്കരിച്ചിരിക്കുന്നു. നദി വളരെ മെലിഞ്ഞൊഴുകുകയാണ് ഇപ്പോൾ, നമ്മുടെ പോച്ചു നദി. ഇവിടെ നിന്നുള്ള കാഴ്ചകൾ അതിമനോഹരം തന്നെയാണ്. ഇപ്പോൾ ബ്രിഡ്ജിലൂടെ ഓടുകയാണ്. റണ്ണിങ്. മഴ പെയ്യുന്നുണ്ട് അത്യാവശ്യം. കുടയാണെങ്കിൽ ഞാൻ ചുരുക്കി പിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ബ്രിഡ്ജിൻ്റെ ഏറ്റവും അറ്റത്തെ തലക്കിലായിട്ട് ബാബു വെയിറ്റ് ചെയ്യുന്നുണ്ട്. കുടയില്ലാതെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവിടെ. ഒരു വെളുത്ത ഷർട്ടിൽ ചുവപ്പ വരെയുള്ള ഒരു ഷർട്ട് ഇട്ടിട്ട് ബാബുവിനെ എനിക്കിങ്ങനെ കുഞ്ഞനെ കാണാം. അങ്ങോട്ട് ഞാനിങ്ങനെ പതുക്കെ നടന്നെടുക്കുകയാണ്. പെട്ടെന്ന് മഴ പെയ്തതുകൊണ്ടാണ് ബാബു അവിടെ പെട്ടുപോയത്. ഈ മഴ കുറഞ്ഞപ്പോൾ ആൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ് അവിടെ. പുനാക്കായിലെ 2 ചെറിയ ഗ്രാമങ്ങളെ കൂട്ടിച്ചേർക്കുന്ന അല്ലെങ്കിൽ ഒന്നിപ്പിക്കുന്ന ഒരു പാലമാണ് ഈ സസ്പെൻഷൻ ബ്രിഡ്ജ്. ഇത് ഈ സസ്പെൻഷൻ ബ്രിഡ്ജിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഇവിടുത്തെ ഏരിയ ആണ്. ബ്രിഡ്ജ് വ്യൂ റെസ്റ്റോറൻറ്റ്സാണ് ഇവിടെ കൂടുതലുള്ളത്. ആളുകൾക്ക് വന്നിട്ട് ചായ കുടിക്കാനൊക്കെയുള്ള സ്ഥലങ്ങൾ. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ഫ്ലാഗ്, അതായത് പ്രയർ ഫ്ലാഗ്സ് നാട്ടിയിട്ടുണ്ട് നീളമുള്ള കാലുകളിൽ. ഓക്കെ, ഇതൊക്കെയാണ് ഇവിടുത്തെ വ്യൂ. किसको साथ आएगा? അപ്പുറത്തെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ ബാഗ് എടുക്കാനായിട്ട് മറന്നു. ആ ബാഗിനകത്തായിരുന്നു എൻ്റെ പാസ്പോർട്ടും ക്യാഷ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്യാമറ ഒക്കെ അതിനകത്തായിരുന്നു. നല്ല കാഴ്ചയാണ് കാണാനായിട്ട്. ബാബുവാണ് നമ്മുടെ ഫോട്ടോഗ്രാഫർ. ഞാൻ ബാക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞൊരു അരമണിക്കൂർ നേരത്തേക്ക് ഞാൻ ഈ ബാഗിൻ്റെ കാര്യമൊക്കെ മറന്നു. ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യത്തിൽ, ഇവിടുത്തെ കാഴ്ചകളിൽ മതിമറന്ന് ഒരു ഉന്മത്തനായിട്ട് ഞാനിങ്ങനെ നടക്കുകയാണ്. ഇവിടെ വന്നിട്ട് ഇങ്ങനെ പ്രത്യേകം ചരിത്രമോ ഹിസ്റ്ററിയോ ഒന്നും പറയാനില്ല. ചുമ്മാ ഇതിൻ്റെ സൗന്ദര്യം കാണുക എന്നുള്ളതാണ്. ഒന്നൊന്നര വ്യൂ ആണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ. അപ്പുറത്ത് മലകളും ഇപ്പുറത്ത് മലകളും, അതിനിടയ്ക്കുള്ള പുഴയും ഈ പാലവും ഒക്കെ ഉണ്ടല്ലോ. കാണുമ്പോൾ നമ്മൾ ആകെ വല്ലാതെയായി പോകും. വല്ലാത്തൊരു അവസ്ഥയിലാണ്. वापस मिल गया बैग वैसे पूरा पैसा मनी Rogo and my passport also inside this bag. Oh yeah, like even if you left there no one will take. That's Bhutan. Yeah. മറന്നു വെച്ച ബാഗ് അതേ സ്ഥലത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. ഒരു പൈസ പോലും നഷ്ടപ്പെടാതെ എനിക്ക് തിരിച്ചു കിട്ടി. അതാണ് ഭൂട്ടാൻ്റെ സംസ്കാരം എന്നാണ് ഗൈഡ് പറഞ്ഞത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങളുടെ ജോബ്സ് ട്രാവൽ ബ്ലോഗ്. ബൈ.